പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇരുട്ടി വെളുത്താൽ കുറച്ച് നക്ഷത്രജാതകർ സാമ്പത്തിക പുരോഗതിയുടെ പടിവാതിലിലേക്ക് എത്തുന്നൊരു ദിവസം ആരംഭിക്കുകയായി. ആരൊക്കെയാണ് ഈ നക്ഷത്രജാതകരെന്നും ഇവരെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്രജാതകരെ കുറിച്ച്. നിങ്ങളെ കൊണ്ടുപോയി പല ആപത്തുകളിലും ചാടിച്ച വ്യക്തികളുടെ മുൻപിൽ ഇനി തലയുയർത്തി നിൽക്കാൻ പോകുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ് വരുന്നത്. തൊഴിൽ രംഗം മെച്ചപ്പെടാനും സാമ്പത്തികപരമായിട്ട് കുറേ നേട്ടങ്ങളൊക്കെ കൊയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് ഏറ്റവും മെച്ചപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. യാതൊരുവിധ വേദനകളും അശ്വതി നക്ഷത്രജാതകക്കാരെ ഇനി അലട്ടുകയില്ല. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം, വിദ്യാർത്ഥികൾക്ക് ഈ അധ്യയന വർഷം വളരെ വിലപ്പെട്ടത് തന്നെയാണ്. വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും. പ്രായോഗിക ബുദ്ധി കൊണ്ട് പല നേട്ടങ്ങളും നേടുന്ന സമയം തന്നെയാണ് അശ്വതി നക്ഷത്രത്തിൽ പിറന്ന ഓരോ വ്യക്തികളും. വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. വിദ്യാഭ്യാസം വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മക്കളെ കൊണ്ട് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. തൊഴിൽ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. സുഹൃത്ത് സംഗമം ഉണ്ടാകും. ഭൂമി കൈമാറ്റം നടത്താൻ നല്ല സമയമാണ്. സഹോദരങ്ങൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. അവരുമായിട്ടുള്ള പ്രശ്നങ്ങളും മാറിവരും. സാങ്കേതിക വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂല സമയം. ആയുധങ്ങൾ ഉപയോഗിച്ച് തൊഴിൽ ചെയ്യുന്നവരും ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അശ്വതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പലവിധത്തിലുള്ള നേട്ടങ്ങളും നേടിയെടുക്കാൻ മകയിരം നക്ഷത്ര ജാതകർക്ക് സാധിക്കും. ബുദ്ധിസാമർഥ്യം കൊണ്ട് ഒരുപാട് മുന്നേറ്റം നടത്തുന്ന സമയമാണ്. ആനുകൂല്യങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന സമയത്തു തന്നെ കൈവരും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ മാറിത്തുടങ്ങും. നേത്രരോഗം, ഹൃദയബന്ധിയായ അസുഖങ്ങൾ, ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ കഴിവതും ഒഴിവാക്കണം. കാര്യതടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. മക്കളെ കൊണ്ട് ഗുണപരമായിട്ടുള്ള ഫലമായിരിക്കും വരിക. ധനപുഷ്ടി പ്രതീക്ഷിക്കാം. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. ഒന്നിനു പുറകെ ഒന്നായിട്ട് അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നൊരു സമയമാണ്. വഴിയാത്രക്കിടയിൽ തടസ്സങ്ങളൊക്കെ നീങ്ങി പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ശത്രുക്കളുടെ ഉപദ്രവം ഈ കാലഘട്ടത്തിൽ കുറവായിരിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് പണം കൂടുതൽ ചെലവഴിക്കേണ്ടതായിട്ട് വരും. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്ത് ജോലിക്കായിട്ട് ശ്രമിച്ചാൽ വിജയസാധ്യതയും കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണം ഈ കാലഘട്ടത്തിൽ കൂടുതലാകും. നിങ്ങളെ പുച്ഛിച്ചവരും തള്ളിപ്പറഞ്ഞവരും കണ്ണു തള്ളി നിൽക്കുന്ന തരത്തിലായിരിക്കും ഇനി നിങ്ങളുടെ വിജയം. സേവന പ്രവർത്തനങ്ങളും മറ്റും തടസ്സങ്ങൾ നീങ്ങി മുന്നോട്ട് പോകും. വീട്ടിൽ സ്വസ്ഥത വർദ്ധിക്കും. ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. അച്ഛനോ തത്തുല്യവർക്കോ കുറച്ച് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബുദ്ധിസാമർഥ്യം പ്രകടമാക്കാൻ പറ്റും. പൊതുവെ നല്ല ശാന്ത സ്വഭാവമായിരിക്കും തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുക. ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വാങ്ങാൻ സാധിക്കും. ഉദരവ്യാധിക്ക് പ്രത്യേക ചികിത്സ വേണം. കൂടുതൽ കാൽനട യാത്ര വേണ്ടിവരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. ചഞ്ചലമനസ്കരാകാതിരിക്കുക. എല്ലാ കാര്യത്തിലും ഉറച്ച തീരുമാനം എടുക്കുക. വാദബന്ധിയായ വേദനകൾ വിട്ടൊഴിയും. കമിതാക്കളുടെ ആഗ്രഹം സാഫല്യമാകാനും സാധ്യതകൾ കൂടുതലാണ്.
ഇവർ ഗുണഫലങ്ങൾക്ക് വേണ്ടി ഭഗവതിക്ക് ചെത്തിപ്പൂമാല ചാർത്തി ഒന്ന് പ്രാർത്ഥിക്കണം. ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വീട്ടിൽ സ്വസ്ഥമായിട്ടുള്ളൊരു അന്തരീക്ഷം സംജാതമാകും. നിർമ്മാണ പ്രവർത്തനത്തിൽ ഇരിക്കുന്ന ഭവനങ്ങളുടെ പണി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ ചില സഹായങ്ങൾ ലഭിക്കും. സഹോദര ബന്ധങ്ങൾ മെച്ചപ്പെട്ടു തുടങ്ങും. പലവിധ സന്തോഷ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ് വരുന്നത്. മക്കളുടെ ആരോഗ്യസ്ഥിതിയിലെ ആശങ്കകൾ വിട്ടൊഴിയും. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. പലവിധ ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. കലഹവാസന കുറഞ്ഞു തുടങ്ങും. ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനാക്കാൻ സാധിക്കും. വാദബന്ധിയായ അസുഖങ്ങൾ കൂടുതലാകും. ബന്ധുജനങ്ങളുമായി കൂടിച്ചേരാൻ അവസരം ഉണ്ടാകും. വളരെ കാലമായി അകന്നു കഴിയുന്ന സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടാൻ ആകും. നാൽക്കാലി വളർത്തൽ ലാഭകരമാകും. തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം മെച്ചപ്പെടും. ദൂരയാത്രകൾ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ സൃഷ്ടിക്കും. യാത്രകൾ വളരെ സൂക്ഷിച്ചു വേണം. ദോഷപരിഹാരാർത്ഥം ഇവർ ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നോക്കാം അനിഴം നക്ഷത്ര ജാതകരെക്കുറിച്ച്. അനിഴം നക്ഷത്ര ജാതകർക്കും ഇന്നൊരു ദിവസം ഇരുട്ടി വെളുത്താൽ നല്ല ഫലങ്ങൾ അനുഭവപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി മൂലം മനസ്സുഖം കൂടുതലായിട്ട് ലഭിച്ചു തുടങ്ങും. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്നവ തിരികെ കിട്ടിത്തുടങ്ങും. ചില മംഗളകർമ്മങ്ങൾക്ക് വേണ്ടി ഭൂമിയോ തത്തുല്യമായ വകകളോ താൽക്കാലികമായിട്ട് കടപ്പെടുത്തേണ്ടി വന്നാലും അത് തിരികെ എടുക്കാൻ നിഷ്പ്രയാസം സാധിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് ഗൃഹത്തിൽ കലഹം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൂരയാത്രകൾ ഒഴിവാക്കുന്നത് നന്നാണ്. ധനം വരുന്നത് പോലെ തന്നെ ചിലവുകളും വന്നു ചേരുന്നതിനാൽ സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭൂമി സംബന്ധമായ വിഷയങ്ങളിൽ ചില വിഷമതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിന് തക്കതായ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. കാൽപാദങ്ങളിൽ ചെറിയ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗൃഹമാറ്റത്തിന് യോഗം വരും. വിദേശത്തുള്ളവർക്ക് തൊഴിൽ നേട്ടം. രോഗശമനത്തിന് സാധ്യത. പുതിയ ഭൂമി വാങ്ങുവാൻ അനുകൂല സമയം. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച വിദ്യാവിജയം ലഭിക്കാൻ സാധ്യത കൂടുതൽ. മധ്യവയസ്സിനുമേൽ പ്രായം ഉള്ളവർക്ക് കാര്യങ്ങൾ അനുകൂലമാകും എന്ന് കരുതുന്നു. പ്രകൃതിക്ഷോഭം, കീടങ്ങളുടെ ഉപദ്രവം, തസ്കര ശല്യം എന്നിവയിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് മുരുകന് പഞ്ചാമൃതം, അതുപോലെ കൃഷ്ണന് പാൽപായസം, ദേവിക്ക് വിളക്ക് തെളിയിക്കൽ എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പൂരാടം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. പൂരാടം നക്ഷത്ര ജാതകർക്ക് വ്യാഴത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ട്. എല്ലാ രംഗങ്ങളിലും വിജയിക്കുവാൻ കഴിയും. അതുപോലെ തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും കാലം അനുകൂലമായിട്ട് വരും. അർഹതപ്പെട്ട പ്രൊമോഷൻ ലഭിക്കാൻ യോഗം ഉണ്ട്. തൊഴിൽ രഹിതർക്ക് പരിശ്രമത്തിലൂടെ തൊഴിൽ ലബ്ധി ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പരിശ്രമത്തിലൂടെ തൊഴിൽ ലബ്ധി ലഭിക്കുന്നത് മാത്രമല്ല, സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും ഇവർക്ക് സാഹചര്യം അനുകൂലമായിട്ട് തന്നെ വരും. ഗൃഹനിർമ്മാണത്തിന് സർക്കാർ വഴിയോ വായ്പ വഴിയോ ധനം ലഭിക്കാനുള്ള ഭാഗ്യം ഇവർക്ക് ഉണ്ടാകും. ഇണകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ഗൃഹനിർമ്മാണത്തിന് സർക്കാർ വഴിയോ വായ്പ വഴിയോ ധനം ലഭിക്കും. മുടങ്ങിക്കിടന്ന വിദ്യാഭ്യാസം തുടരാൻ ഉത്തമ സമയമാണ്. പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ടാകും. നട്ടെല്ല്, കണ്ടം, കണ്ണ് എന്നിവയുടെ ചികിത്സ പ്രയോജനപ്പെടും. പ്രധാന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ അവസരമുണ്ട്. ശാരീരികമായും മാനസികമായും നല്ല സമയമാണ്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുവിന് പാൽപായസം, ഗണപതിക്ക് അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി അവിട്ടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പല മംഗളകർമ്മങ്ങളിൽ ഏർപ്പെടാനും അതിൽ നേതൃത്വം വഹിക്കാനും ഇടയുണ്ട്. സന്താനങ്ങളെ കൊണ്ടും പിതാവിനെയും മാതാവിനും ഉയർച്ച പ്രതീക്ഷിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് സമയം അനുകൂലമാണ്. നല്ല ഗൃഹം, വാഹനം, വസ്ത്രം എന്നിവ ലഭിക്കാൻ യോഗം വരും. സാമ്പത്തിക പ്രശ്നങ്ങൾ മെല്ലെ മെല്ലെ പരിഹരിക്കപ്പെടും. ഇരുമ്പ്, തടി, മില്ല് എന്നിവയുള്ളവർക്ക് അനുകൂല സമയം. ഈ വക തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഉന്നതന്മാരിൽ നിന്നും പ്രശംസ ലഭിക്കും. വിദേശ സ്വദേശവാസികൾക്ക് തൊഴിൽപരമായിട്ട് നല്ല സമയം തന്നെയാണ്. മധ്യവയസ്സിന് മുകളിൽ ഉള്ളവർക്ക് കാലം അനുകൂലമായിട്ട് വരും.
യുവമിഥുനങ്ങൾക്ക് സന്താനയോഗം, വിദ്യാർത്ഥികൾക്ക് പഠന വിജയം, വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹനിവൃത്തി എന്നിവ കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരത്തിന് സർപ്പപ്രീതി, കുടുംബദേവതാ പ്രീതി എന്നിവ വരുത്തി പ്രാർത്ഥിക്കുക.